മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. പോയില്ലേ, അതിന്റെ എഫക്ട് എല്ലാം പോയില്ലേ. ഞെട്ടിക്കേക്കേണ്ട കാര്യങ്ങൾ ഞെട്ടി തന്നെ കേൾക്കണം. അതാ അതിന്റെ ഒരു സുഖം ആണല്ലോ. എന്നാൽ ഞെട്ടത്തക്ക വിധത്തിൽ ഈ ശരീരത്തെ ഒന്ന് പാകപ്പെടുത്തി പറ്റാട്ടെ. ഞാനൊരു പെൺകുട്ടിയാണ്. എന്റെ ശരീരത്തിൽ ഒരാളെ തൊടുന്നത് എനിക്കത് അൺകംഫർട്ടബിൾ ആണ്. എനിക്കത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അങ്ങനെ തൊടുന്നത് ഇഷ്ടമല്ലാത്തൊരു അങ്ങനെ ഒരു ഫീൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് എന്റെ മേത്ത് തൊടുന്നത് ഇഷ്ടമല്ല എന്ന്. അത് വളരെ വളരെ കറക്റ്റ്. 100% ഞാൻ യോജിക്കുന്നു. അതല്ല, തൊടുന്നത് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കംഫർട്ടബിൾ ആണ്, എന്നെ നക്കിയാലും കടിച്ചാലും കംഫർട്ടബിൾ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറയില്ല. പറയാത്തിടത്തോളം കാലം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അറിയൂല. പിന്നെ എങ്ങനെയാണ് അഫ്സൽ പറയുന്നത് ഗബ്രിയുടെ മാനസികത്തിനെ കുറിച്ചുള്ള ഗബ്രിയുടെ ഭാഗത്താണ് അല്ല. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. എന്തേ ജാസ്മിന്റെ വായിൽ എന്തേ അപ്പോ? അവക്ക് പറയാലോ എന്റെ മേത്ത് തൊടുന്ന ഇഷ്ടമല്ല, എന്നെ കടിക്കുന്ന ഇഷ്ടമല്ല, എന്നെ നക്കുന്ന ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ ബ്രാ ഇട്ടാലും ഇട്ടില്ലെങ്കിൽ ബ്രാ സ്ട്രാപ്പ് കണ്ടാലും പ്രശ്നമില്ലെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയണെന്താ? അപ്പം ജാസ്മിന് വായില്ലേ അഫ്സലെ? ഇക്കണക്കിന് പോയാ അധികം കാലം ഞാൻ ജീവിച്ചിരിക്കില്ല. ടെൻഷൻ അടിച്ചടിച്ച് ഹാർട്ട് അറ്റാക്ക് വരും. ഞങ്ങൾ എല്ലാരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്ത് ഗബ്രി എന്താണെന്നും ജാസ്മിൻ എന്താണെന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഊശാക്കുമ്പോൾ സാറിന് ഊശാക്കാന്ന് വിചാരിച്ചോ? ചെറ്റപ്പർക്കും ടെറസ് വീട്ടും ഒരേ ടാക്സോ? വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ഇതില് ജാസ്മിൻ ഗബ്രീന്റെ അടുത്ത് പറയുന്നു എന്നെ വാടയുണ്ടോടാ, എന്നെ എന്താ മണക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ഇവിടെ മണപ്പിക്കാൻ പറയുന്നു. അപ്പൊ സ്പ്രേ മണക്കുന്നു എന്നൊക്കെ പറഞ്ഞു. സ്പ്രേന്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി അത് റിവീൽ ആയതാണ്. ഞാൻ പെർഫ്യൂം അടിക്കാറില്ല. ഞങ്ങൾക്ക് സ്പ്രേ അടിച്ചുവിടാം, സ്ത്രീകൾക്ക് സ്പ്രേ അടിച്ചുവിടാം. കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് എന്നെ കൊല്ലാനോ ശിവരാമ? ജാസ്മിന്റെ വാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പ്രേ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് പിന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോ മാറിപ്പോയതാണ്. ജാസ്മിൻ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ ചൊറിയുന്ന സമയത്ത് നീ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കത് കാണണോ? എന്ത് ചിലപ്പോ എന്റെ കണ്ണിന്റെ പ്രശ്നമായിരിക്കാം, വേറെ എന്തെങ്കിലും കാണുന്ന കാര്യമായിരിക്കാം ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് കൺവേ ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണോ എവിടെയാണോ മാന്തുന്നേ അത് കാണണോ, അങ്ങനെയായിരിക്കും. അതല്ല ഉദ്ദേശം. പെട്ടെന്ന് സ്കിപ്പ് ആവുന്നുണ്ട് കാര്യങ്ങളിലൊക്കെ. ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് പറയുന്നത്. സമ്മതിച്ചിരിക്കുന്നു. ജ്ഞാനദൃഷ്ടി തന്നെ. അവിടുന്ന് എന്തെല്ലാം കാര്യങ്ങളാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ 70-കളിലെ വസന്തമായത് കൊണ്ടോ 1998 കിഡ് ആയതുകൊണ്ടോന്നും അറിയില്ല, എനിക്കിതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് തോന്നിയിട്ടില്ല, ഒരു കോമൺ ടോക്ക് ആയിട്ട് തോന്നിയിട്ടില്ല. എന്റെ വ്യാകുല മാതാവേ, എവന്റെ ഒക്കെ അസുഖം ഇതായിരുന്നല്ലേ, എനിക്കത് പോയില്ല കുഞ്ഞെ. ഒന്നും ഈ പറയുന്ന സാധനങ്ങളൊന്നും കാണിക്കണോ, നീ എന്താ കാണിക്കുന്നില്ല, നിന്റേത് കണ്ടോ, പിന്നെ ഞാൻ കാണിക്കട്ടെ, പിന്നെ എനിക്കത് ഈ ടോക്കുകളൊക്കെ നിങ്ങൾ പറയുന്ന ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ടോക്ക് എന്നാണോ? ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ. നമ്മൾ വിചാരിച്ചോ നല്ല ഊളി. നിങ്ങൾ എങ്ങനെ വിചാരിച്ചു? ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ്.